വെൽക്കം ബാക്ക് ടു Onevestor. ഇന്നത്തെ എപ്പിസോഡിൽ ഇന്ത്യയിലെ ലാർജസ്റ്റ് ഡിസ്കൗണ്ട് ബ്രോക്കറായ സെറോദയുടെ ഡിഫറെൻറ്റ് ഓർഡർ ടൈപ്സിൻ്റെ ഒരു റിവ്യൂവും ഒരു ഡെമോയുമാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഈ എപ്പിസോഡ് ഞാൻ 2 പാർട്ടായിട്ടാണ് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഈ എപ്പിസോഡിൻ്റെ ഫസ്റ്റ് പാർട്ട് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടിട്ട് ഈ എപ്പിസോഡ് കാണുക. അത് കാണുമെന്നുണ്ടെങ്കിൽ ലെഫ്റ്റിലുള്ള ഈ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്താൽ മതി. ഇന്നത്തെ എപ്പിസോഡിൽ സെറോദയുടെ ഡിഫറെൻറ്റ് ഓർഡർ ടൈപ്സിൻ്റെ ഒരു ആക്ച്വൽ ഡെമോ ആണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഞാനിപ്പം ആദ്യമായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്ന സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ITC ആണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും അവർ ഡിഫോൾട്ടായിട്ട് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് CNC ആണ്. അതായത് ഇതെന്ന് പറഞ്ഞാൽ ഡെലിവറി ബേസ്ഡ് ട്രേഡ്സിനുള്ളതാണ്. ഇപ്പം എനിക്കിപ്പം ITC ഇന്ന് മേടിച്ചിട്ട് നാളെയോ അല്ലെങ്കിൽ ലോങ് ടേമിൽ ഹോൾഡ് ചെയ്യാനോ ആണെങ്കിൽ ഞാൻ ഈ CNC ആണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പം ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് പറഞ്ഞാൽ 195.8 ആണ്. ഞാനിപ്പോൾ ഒരു ലിമിറ്റ് ഓർഡറാണ് ഇപ്പോൾ പ്ലേസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 195 ആണ്. പക്ഷേ മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 195.7 അറൗണ്ട് ആണ്. അങ്ങനെ ഒരു ഓർഡർ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ITCയുടെ സ്റ്റോക്ക് പ്രൈസ് 195 എത്തുവാണെങ്കിൽ മാത്രമേ ആ ട്രേഡ് അവിടെ എക്സിക്യൂട്ട് ആവത്തുള്ളൂ. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഓർഡർ പ്ലേസ് ആയിട്ടുണ്ട്. അപ്പം ഇവിടെ നിങ്ങൾക്ക് കാണാം ലാസ്റ്റ് ട്രേഡഡ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 195.75 ആണ്. പക്ഷേ എൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 195 ആണ്. ഇനി ഞാനൊരു മാർക്കറ്റ് ഓർഡറാണ് പ്ലേസ് ചെയ്യാൻ പോകുന്നത്. സോ അതുപോലെ ഒരു ഓർഡർ കൊടുക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസ് എത്രയാണോ ആ പ്രൈസിനായിരിക്കും ആ ട്രേഡ് അവിടെ ആക്ടിവേറ്റ് ആവുന്നത്. ആ പ്രൈസ് എത്ര ആയിരിക്കും എന്ന് എനിക്ക് അഡ്വാൻസ് ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മാർക്കറ്റ് ഡെപ്ത് എടുത്ത് നോക്കിയാൽ മതി. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ബെസ്റ്റ് ഓഫർ എന്ന് പറഞ്ഞാൽ 195.65 ആണ്. സോ ഞാനിപ്പോൾ ഒരു ബൈ ഓർഡർ കൊടുക്കുകയാണെങ്കിൽ ആ ഓർഡറിനായിരിക്കും മിക്കവാറും അത് ആക്ടിവേറ്റ് ആവുന്നത്. ഓക്കെ, ആവറേജ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 195.65 തന്നെയാണ്. പക്ഷേ മറ്റേ ഓർഡർ ഇപ്പോഴും പെൻഡിങ് ആണ്. ഇനി എനിക്ക് ഇന്ന് വാങ്ങിക്കുന്ന സ്റ്റോക്ക് ഇന്ന് തന്നെ വിൽക്കണമെന്നാണെങ്കിൽ ഞാൻ MIS ഓർഡറാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ മാർജിൻ റിക്വയർഡ് എന്ന് പറയുന്നത് 17.68 ആണ്. ഇപ്പം നേരത്തെ CNC സെലക്ട് ചെയ്തപ്പോഴത്തേക്ക് എനിക്കിപ്പോൾ 195 റുപ്പീസിന് ഒരു സ്റ്റോക്ക് വാങ്ങിക്കണമെങ്കിൽ എൻ്റെ അക്കൗണ്ടിൽ 195 റുപ്പീസ് തന്നെ വേണം. പക്ഷേ ഇപ്പം MIS സെലക്ട് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് ആ 195 റുപ്പീസിൻ്റെ സ്റ്റോക്ക് വാങ്ങിക്കാനായിട്ട് 17 രൂപ മതി. അതായത് ഓൾമോസ്റ്റ് 10 ടൈംസ് ആണ് അവർ ലെവറേജ് തന്നിരിക്കുന്നത്. സോ ഞാനിപ്പോൾ ഒരു ലിമിറ്റ് ഓർഡർ കൊടുക്കുകയാണ് 190ക്കാണെങ്കിൽ. അപ്പം 190 റുപ്പീസ് ITC എത്തുകയാണെങ്കിൽ മാത്രമേ ആ ട്രേഡ് അവിടെ ആക്ടിവേറ്റ് ആവത്തുള്ളൂ. അപ്പോൾ അതൊരു MIS ഓർഡറാണ്. ഇനി എനിക്ക് വേണമെങ്കിൽ MIS ഓർഡേഴ്സിനെ ഡെലിവറി ആയിട്ട് കൺവേർട്ട് ചെയ്യാനും പറ്റും. ഇപ്പം ഞാൻ LNT വാങ്ങിക്കുകയാണ്. ഇപ്പം മാർക്കറ്റ് പ്രൈസിൽ തന്നെ വാങ്ങിക്കുകയാണ് ഒരു MIS തന്നെ. അപ്പം ഞാനൊരു ബൈ ഓർഡർ കൊടുക്കുകയാണെന്ന് വെച്ചു. 916.6 അത് ആക്ടിവേറ്റ് ആയിരിക്കുന്നത്. സോ എനിക്ക് ആ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ഒന്നുകൂടെ അത് റിപ്പീറ്റ് ചെയ്യണമെങ്കിലോ ഈ ഓപ്ഷൻ എടുത്താൽ മതി. ഇനി അതല്ല ആ പൊസിഷൻ എനിക്ക് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ പൊസിഷൻസിൽ പോയിട്ട് കൺവേർട്ട് കൊടുത്താൽ മതി. സോ ഇതെന്ന് പറഞ്ഞാൽ MISനെ അവർ CNC ആക്കിക്കോളും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ പൊസിഷനെ MISൽ നിന്ന് CNC ആക്കിയിട്ടുണ്ട്. സോ അതിനെയും ഇൻട്രാഡേ ഓട്ടോമാറ്റിക്കായിട്ട് സ്ക്വയർ ഓഫ് ആകത്തില്ല. ഇനി ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് മാർക്കറ്റ് ഓർഡറിൻ്റെയും ലിമിറ്റ് ഓർഡറിൻ്റെയും സിഗ്നിഫിക്കൻസ് ആണ്. അതിന് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ശോഭയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും ശോഭയുടെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 222.6 ആണ്. പക്ഷേ അവരുടെ ഓഫർ എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ഓഫർ എന്ന് പറഞ്ഞാൽ 223 അതുപോലെ 222.65 ആണ്. ഞാനിപ്പം ഈ സ്റ്റോക്ക് എനിക്കിപ്പം ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസിൽ തന്നെ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ മാർക്കറ്റ് ഓർഡറാണ് കൊടുക്കുന്നത്. അപ്പം 223ക്കായിരിക്കും അത് ആക്ടിവേറ്റ് ആവുന്നത്. ഇനി അതല്ല എനിക്കൊരു 220ക്കാണ് അത് വാങ്ങിക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഞാനൊരു 220 ഓർഡർ കൊടുക്കുകയാണെങ്കിൽ ആ പ്രൈസിനെ അത് ആക്ടിവേറ്റ് ആവത്തുള്ളൂ. അപ്പോൾ എനിക്കിവിടെ സെലക്ട് ചെയ്യാനും പറ്റും MIS വേണോ CNC വേണോ എന്നുള്ളതും. ഇനി ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് സെറോദയിൽ ട്രിഗർ ബേസ് ചെയ്തിട്ടുള്ള ഓർഡർ ടൈപ്സിനെയാണ്. അതിന് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ LNT ആണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും LNTയുടെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 916.95 അറൗണ്ട് ആണ്. ഇപ്പം ഞാൻ ഓൾറെഡി കാണിച്ചു തന്നിരുന്നു ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസിൽ തന്നെ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ മാർക്കറ്റ് ഓർഡറാണ് കൊടുക്കേണ്ടത്. സോ ഞാനിപ്പോൾ മാർക്കറ്റ് ഓർഡർ കൊടുക്കുവാണ് ഈ 917 അത് ആക്ടിവേറ്റ് ആവുന്നത്. ഇനി അതല്ല എനിക്കിപ്പോൾ ഒരു ലിമിറ്റ് ഓർഡർ കൊടുക്കുകയാണെങ്കിൽ ഇപ്പം 910 വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ 910 പ്രൈസ് കൊടുത്തിട്ട് ഒരു ലിമിറ്റ് ഓർഡറും സെലക്ട് ചെയ്താൽ മതി. ഇനി അതല്ല
എനിക്കിപ്പം ഇന്നത്തെ ദിവസം ഞാൻ വിശ്വസിക്കുകയാണ് ഇപ്പം L&Tയുടെ സ്റ്റോക്ക് പ്രൈസ് 940 എത്തുവാണെങ്കിൽ അത് 960 എത്തുമെന്ന്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു സ്റ്റോപ്പ് ലോസ് ഓർഡറാണ് സെലക്ട് ചെയ്യേണ്ടത്. എന്നിട്ട് ഞാനിപ്പോൾ ഒരു ട്രിഗറും കൊടുക്കും 939 എന്ന്. സോ അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ദിവസം L&Tയുടെ സ്റ്റോക്ക് പ്രൈസ് 939 എത്തുവാണെങ്കിൽ 940ക്ക് ഒരു ലിമിറ്റ് ഓർഡർ പ്ലേസ് ആവും ബൈക്ക്. ഇപ്പം ഞാൻ ബൈ കൊടുക്കുവാണെങ്കിൽ അതിപ്പം അതിൻ്റെ ട്രിഗർ പെൻഡിങ് ആണെന്ന് നമുക്ക് കാണാൻ പറ്റും. അതായത് ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസ് 918 ആണ്, ട്രിഗർ 939 ആണ്. സോ ഇന്നിപ്പം 939 എത്തിയാൽ മാത്രമേ ഈ ട്രേഡ് അവിടെ ആക്ടിവേറ്റ് ആകത്തുള്ളൂ. അതും ആക്ടിവേറ്റ് ആകണമെങ്കിൽ അത് ട്രേഡ് കംപ്ലീറ്റ് ആണെങ്കിൽ സ്റ്റോക്ക് പ്രൈസ് 940 എത്തണം. ഇപ്പം 939 ട്രിഗറിൽ ആക്ടിവേറ്റ് ആയിട്ട് പിന്നെ അത് 939.5 എത്തിയിട്ട് പിന്നെ അത് താഴോട്ട് പോവുകയാണെങ്കിൽ ആ ട്രേഡ് അവിടെ ആക്ടിവേറ്റ് ആകത്തില്ല, അല്ലെങ്കിൽ എക്സിക്യൂട്ട് ആകത്തില്ല. സോ എനിക്ക് ഗ്യാരണ്ടീഡ് ആയിട്ടൊരു എക്സിക്യൂഷൻ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ബൈ ഓർഡർ കൊടുക്കുമ്പം സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് ഓർഡറാണ് കൊടുക്കേണ്ടത്. സോ അങ്ങനെയാണെങ്കിൽ ഞാൻ 939 ട്രിഗർ കൊടുക്കുമ്പോഴത്തേക്ക് ഒരു ബൈ ഓർഡർ കൊടുത്താൽ മതി. സോ 939 ട്രിഗർ എത്തുവാണെങ്കിൽ അടുത്ത റേറ്റ് എത്ര ആണെങ്കിലും ആ ട്രേഡ് അവിടെ എക്സിക്യൂട്ട് ആവും. ഇപ്പം 939 കഴിഞ്ഞ സ്റ്റോക്ക് പ്രൈസ് ഇപ്പം 939.05 എത്തിയാലും അല്ലെങ്കിൽ 939.7 എത്തിയാലും ആ ട്രേഡ് അവിടെ ആക്ടിവേറ്റ് ആവും. ഇപ്പം ഞാൻ ലിമിറ്റ് ഓർഡർ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ഇപ്പം ഞാൻ 940 കൊടുത്തിരിക്കുമായിരുന്നെങ്കിൽ ആ 940 എത്തിയാൽ മാത്രമേ അത് ആക്ടിവേറ്റ് ആവത്തുള്ളൂ. സോ ലിമിറ്റ് ഓർഡർ കൊടുക്കുമ്പോൾ എപ്പോഴും ട്രിഗർ പ്രൈസിൻ്റെ ചെറിയ ഡിഫറൻസേ കൊടുക്കാവൂ. ഇപ്പം 939 കൊടുത്താൽ ട്രിഗർ പ്രൈസ് കൊടുത്താൽ ഒരു 939.05 വല്ലതും ആയിരിക്കണം ലിമിറ്റ് പ്രൈസ് കൊടുക്കേണ്ടത്. സോ ഈ രണ്ട് ഓർഡർ തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ പറ്റും. രണ്ടിൻ്റെയും ട്രിഗർ സെയിം ആണ്, പക്ഷേ പ്രൈസ് എന്ന് പറഞ്ഞാൽ ലിമിറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ വ്യത്യാസമുണ്ട്. ഈ ട്രേഡിൽ പ്രൈസ് 939 കഴിഞ്ഞിട്ട് 940 എത്തുമ്പോൾ മാത്രമേ അത് ആക്ടിവേറ്റ് ആകത്തുള്ളൂ. പക്ഷേ ഇവിടെ 939 കഴിഞ്ഞിട്ട് 939.05 എത്തുമ്പോഴേ അത് ആക്ടിവേറ്റ് ആവും. സോ അത് കംപ്ലീറ്റ് ആവാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂടുതലാണ്. ഇനി ട്രിഗർ ബേസ് ചെയ്തിട്ടുള്ള അടുത്ത ഓർഡർ ടൈപ്പ് എന്ന് പറഞ്ഞാൽ GTT ഓർഡറാണ്. ഇപ്പം L&T തന്നെയാണെങ്കിൽ ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 918 അറൗണ്ടാണ്. ഇപ്പം എനിക്ക് തോന്നി ഇപ്പം L&Tയുടെ 200-day മൂവിങ് ആവറേജ് ഇപ്പം 860 ആണെന്ന് വെച്ചു. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു GTT ഓർഡർ പ്ലേസ് ചെയ്യണം. ഇപ്പം 860-ൽ ഒരു വർഷത്തിനുള്ളിൽ എപ്പോഴേലും ഈ സ്റ്റോക്ക് പ്രൈസ് 860-ൽ എത്തുകയാണെങ്കിൽ എനിക്കത് പർച്ചേസ് ചെയ്യണമെന്ന്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു GTT ഓർഡറാണ് കൊടുക്കുന്നത്. അതുപോലെ എനിക്ക് പ്രോഫിറ്റും ബുക്ക് ചെയ്യണം, അല്ലെങ്കിൽ ലോസും ബുക്ക് ചെയ്യണം. സോ ഇങ്ങനൊരു ഓർഡർ കൊടുക്കുകയാണെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ എപ്പോഴേലും L&Tയുടെ സ്റ്റോക്ക് പ്രൈസ് 860 എത്തുകയാണെങ്കിൽ ഈ ട്രേഡ് ആക്ടിവേറ്റ് ആവുകയും ചെയ്യും. അതുപോലെ എനിക്കിപ്പം 860 റുപ്പീസിന് ആ സ്റ്റോക്ക് എൻ്റെ ഡിമാറ്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുകയും ചെയ്യും. ഇനി അത് മാത്രമല്ല, ബൈ ഓർഡർ കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്ക് ഒരു സെൽ ഓർഡറും കൂടെ പെൻഡിങ് ആയിട്ട് കാണിക്കും. അപ്പം 860-ന്ന് 5% താഴോട്ടോ അല്ലെങ്കിൽ 860-ന്ന് 5% മുകളിലോട്ടോ സ്റ്റോക്ക് പ്രൈസ് പോവുകയാണെങ്കിൽ ഒരു സെൽ ഓർഡറും കൂടെ കംപ്ലീറ്റ് ആവും. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതാണ് ഒരു GTT ഓർഡർ. അതിൻ്റെ ലിമിറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 860 ആണ്. 860 എത്താത്തതുകൊണ്ടാണ് ഈ ട്രേഡ് ഇങ്ങനെ പെൻഡിങ് ആയിട്ട് നിൽക്കുന്നത്. ഇനി ഞാനിപ്പോൾ ഒരു കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ തന്നെ വാങ്ങിക്കുകയാണെന്ന് വെച്ചോ, എന്നിട്ടൊരു GTT കൊടുക്കുകയാണ് 5% വെച്ചിട്ട്. സോ നിങ്ങൾക്ക് കാണാൻ പറ്റും 918.05-ൽ അത് ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. ഇനി GTT എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ ഒരു സെല്ലും കൂടെ പെൻഡിങ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പം ട്രിഗർ എന്ന് പറഞ്ഞാൽ 872-ഓ 963-ഓ ആണ്. അതായത് ഒരു വർഷത്തിനുള്ളിൽ എപ്പോഴേലും L&Tയുടെ സ്റ്റോക്ക് പ്രൈസ് 872-ഓ അല്ലെങ്കിൽ 963 എത്തുവാണെങ്കിൽ ഈ ട്രേഡ് കംപ്ലീറ്റ് ആവുകയും ചെയ്യും, ആ പൊസിഷൻ എക്സിറ്റ് ആവുകയും ചെയ്യും. സോ GTT ഓർഡർ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ബിസിനസ് പേഴ്സണിനോ അല്ലെങ്കിൽ പ്രൊഫഷണൽസിനോ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. കാരണം അവർക്ക് ആക്റ്റീവായിട്ട് മാർക്കറ്റ് വാച്ച് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു ബൈ ഓർഡറോ സെൽ ഓർഡറോ പ്ലേസ് ചെയ്യാനായിട്ട്. ഇനി GTT ഓർഡറിലെ ഒരു ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം സപ്പോസ് L&T ഒരു ബോണസ് ഇഷ്യൂവോ അല്ലെങ്കിൽ സ്റ്റോക്ക് സ്പ്ലിറ്റോ നടത്തുകയാണെങ്കിൽ സ്റ്റോക്ക് പ്രൈസ് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ആവും. പക്ഷേ GTT ഓർഡർ അവിടെ മോഡിഫൈ ആവുന്നില്ല. സോ ഇവരത് ക്യാൻസൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്കപ്പോൾ ഫ്രഷ് ആയിട്ട് ഒരു GTT ഓർഡർ പ്ലേസ് ചെയ്യേണ്ടി വരും. ഇനി Zerodhaയിലെ അടുത്ത ഓർഡർ ടൈപ്സ് എന്ന് പറഞ്ഞാൽ റെഗുലർ ഓർഡറും കവർ ഓർഡറും ബ്രാക്കറ്റ് ഓർഡറുമാണ്. അത് കാണിച്ചു തരാനായിട്ട് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന സ്റ്റോക്ക് എഗെയിൻ ITC ആണ്. ഞാനിപ്പം ITCയുടെ ഒരു ബൈ കൊടുക്കുകയാണ്. അപ്പം മോർ ഓപ്ഷൻസിൽ പോവുകയാണെങ്കിൽ എനിക്ക് ബ്രാക്കറ്റ് ഓർഡറുണ്ട്, കവർ ഓർഡറുണ്ട്. കവർ ഓർഡർ എന്ന് പറഞ്ഞാൽ ITC ഞാനിപ്പം 196.05-നോ തന്നെ ഒരു ബൈ കൊടുക്കുകയാണ്. ഇപ്പം എനിക്കത് 195 എത്തുവാണെങ്കിൽ ആ സ്റ്റോക്ക് എക്സിറ്റ് ചെയ്യണമെന്ന് വെച്ചു. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കവർ ഓർഡറാണ് കൊടുക്കുന്നത്.
അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ കവർ ഓർഡറിന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം 196 ആണ് എൻ്റെ ആവറേജ് പർച്ചേസ് പ്രൈസ്, 195 ആണ് എൻ്റെ ട്രിഗർ. സോ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നതിന് ഒരു 10-15 മിനിറ്റ് മുമ്പ് വരെ ഇത് ചെക്ക് ചെയ്യും. അതിനുള്ളിൽ 195 എത്തുവാണെങ്കിൽ ആ സ്റ്റോക്ക് എക്സിറ്റ് ആവും, അല്ലെങ്കിൽ ആ ട്രേഡ് എക്സിറ്റ് ആവും. ഇനി അതല്ല, മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നതിന് 10-15 മിനിറ്റ് മുമ്പ് വരെ ഈ പ്രൈസ് എത്തിയില്ലെങ്കിൽ ഒരു 15 മിനിറ്റ് മുമ്പ് ഓട്ടോമാറ്റിക്കായിട്ട് ഇവരുടെ സിസ്റ്റം തന്നെ ഇത് സ്ക്വയർ ഓഫ് ചെയ്യും. സോ അന്നേരത്തെ പ്രൈസ് എത്രയാണോ അതിലായിരിക്കും അവർ സ്ക്വയർ ഓഫ് ചെയ്യുന്നത്. അതിപ്പോൾ പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും. കവർ ഓർഡറിൻ്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ, നമ്മളൊരു സ്റ്റോക്ക് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനൊരു സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുള്ള ഒരു എക്സിറ്റ് മാത്രമേ ഉള്ളൂ. നമുക്കവിടെ ഗെയിൻ ആണ് സംഭവിക്കുന്നതെങ്കിൽ നമ്മുടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അതിലില്ല. സോ അതിനാണ് ബ്രാക്കറ്റ് ഓർഡർ എന്ന് പറയുന്നത്. ഇപ്പോൾ ബ്രാക്കറ്റ് ഓർഡറാണ് ഞാൻ സെലക്ട് ചെയ്യുന്നതെങ്കിൽ, ഇപ്പം ITCയുടെ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 195.9 അറൗണ്ട് ആണ്. ഞാനിപ്പോൾ ഒരു ബ്രാക്കറ്റ് ഓർഡർ വെച്ചിട്ട് ഒരു ബൈ ഓർഡർ കൊടുക്കുകയാണ്. അതിൻ്റെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം സ്റ്റോപ്പ് ലോസ് ആയിട്ട് ഒരു 1ഉം ടാർഗറ്റ് എന്ന് പറഞ്ഞൊരു 1ഉം കൊടുക്കുകയാണ്. ഈ ഓർഡർ ഇപ്പം ആക്ച്വലി കംപ്ലീറ്റ് ആകത്തില്ല, കാരണം Zerodha ബ്രാക്കറ്റ് ഓർഡർ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് മാർക്കറ്റിലെ വോളറ്റിലിറ്റി കാരണം. സോ ബൈ കൊടുക്കുകയാണെങ്കിലും ഒരു എററാണ് കാണിക്കുന്നത്. ഞാൻ എന്നാലും കാണിച്ചു തരാം ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന്. ഇപ്പം ഞാൻ കൊടുത്തിരിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 195.9 ആണ്. ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസ് 196 ആണ്. അപ്പോൾ അതിലും താന്നാണ് കൊടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഒരു ബൈ ഓർഡർ കൊടുക്കുകയാണ്. ഈ ഓർഡർ ഇപ്പം ആക്ച്വലി കംപ്ലീറ്റ് ആവുമായിരുന്നെങ്കിൽ ITCയുടെ സ്റ്റോക്ക് പ്രൈസ് 195.9 എത്തുവാണെങ്കിൽ ബൈ ഓർഡർ കംപ്ലീറ്റ് ആയേനേയും. അത് കഴിഞ്ഞിട്ട് ഇന്നത്തെ ദിവസം 194.9 അല്ലെങ്കിൽ 196.9 എത്തുമായിരുന്നെങ്കിൽ ആ പൊസിഷൻ എക്സിറ്റ് ആവുകയും ചെയ്തേനേയും. ഈ കവർ ഓർഡറും ബ്രാക്കറ്റ് ഓർഡർ എന്ന് പറയുന്നത് ഇത് പ്യുവർലി ഒരു ഇൻട്രാഡേ പ്രോഡക്റ്റ് ആണ്. ഇൻട്രാഡേ ട്രേഡേഴ്സിന് മാത്രമാണ് ഇത് യൂസ്ഫുൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ 2 ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ മാർജിൻ റിക്വയർമെൻറ്റും ഒത്തിരിയാണ് കുറയുന്നത്. സോ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവർ ITCയുടെ സ്റ്റോക്ക് പ്രൈസ് 195 ആണ്. അത് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് 10 രൂപ മതി. അതായത് ഓൾമോസ്റ്റ് 20 ടൈംസ് ആണ് ഇവിടെ ലെവറേജ് കിട്ടുന്നത്. അതുപോലെ തന്നെയാണ് ബ്രാക്കറ്റ് ഓർഡർ സെലക്ട് ചെയ്യുമ്പോഴും. കവർ ഓർഡറും ബ്രാക്കറ്റ് ഓർഡറും BSE സ്റ്റോക്സിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അതുമാത്രമല്ല, കവർ ഓർഡേഴ്സിനെയും ബ്രാക്കറ്റ് ഓർഡേഴ്സിനെയും നമുക്ക് ഡെലിവറി ഓർഡറായിട്ട് കൺവേർട്ട് ചെയ്യാനും പറ്റത്തില്ല. ഇനി Zerodhയുടെ ഓർഡർ ടൈപ്സിൻ്റെ അടുത്ത കാറ്റഗറൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലേസ് ചെയ്യുന്ന ഓർഡറിൻ്റെ വാലിഡിറ്റി അനുസരിച്ചാണ്. അത് കാണിച്ചു തരാനായിട്ട് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ശോഭയാണ്. ശോഭയുടെ മാർക്കറ്റ് ഡെപ്ത് എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ലാസ്റ്റ് ട്രേഡഡ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 222.9 ആണ്. പക്ഷേ ബെസ്റ്റ് ബിഡ് എന്ന് പറഞ്ഞാൽ 222.65ഉം ബെസ്റ്റ് ഓഫർ എന്ന് പറയുന്നത് 222.95 ആണ്. അതായത് ഓൾമോസ്റ്റ് 30 പൈസയുടെ വ്യത്യാസമാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. സോ ഞാനിപ്പോൾ ഒരു ബൈ ഓർഡർ പ്ലേസ് ചെയ്യുകയാണ്. ശോഭയുടെ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 222.95 ആണ്. ഞാൻ സെലക്ട് ചെയ്യുന്നത് CNC ആണ്. അതുപോലെ എനിക്കിപ്പം വാങ്ങിക്കേണ്ടത് 222-നാണെന്ന് വെച്ചു. അങ്ങനെയാണെങ്കിൽ എനിക്ക് 222-ന് ഇമ്മീഡിയറ്റ് ആയിട്ട് അങ്ങനെ ഒരു ഓഫർ ഉണ്ടെങ്കിൽ മാത്രം ഈ ട്രേഡ് എക്സിക്യൂട്ട് ആയാൽ മതി. സോ അങ്ങനെയാണെങ്കിൽ ഞാൻ കൊടുക്കേണ്ട ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ IOC ആണ്. സോ ഇവിടെ ഈ ഓഫറിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും 222 എന്ന് പറഞ്ഞൊരു ഓഫർ ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ട്രേഡ് എക്സിക്യൂട്ട് ആകത്തില്ല. അത് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ അത് ക്യാൻസൽ ആകും. നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ട്രേഡ് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ക്യാൻസൽ ആയിപ്പോയി. ഇനി അതല്ല, ഞാനിപ്പം ഡേ ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം എപ്പോഴേലും 222 എത്തുവാണെങ്കിൽ ഈ ട്രേഡ് ആക്ടിവേറ്റ് ആവും. നിങ്ങൾക്ക് കാണാൻ പറ്റും അതിപ്പോഴും ഓപ്പൺ ആണ്. ഇനി മാർക്കറ്റ് അവേഴ്സിലല്ല, മാർക്കറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ഒരു സ്റ്റോക്ക് വാങ്ങിക്കേണ്ടതെങ്കിലോ അല്ലെങ്കിൽ വിൽക്കണ്ടെങ്കിലോ നിങ്ങൾ പ്ലേസ് ചെയ്യേണ്ട ഓർഡർ എന്ന് പറഞ്ഞാൽ AMO ആണ്. അതായത് ആഫ്റ്റർ മാർക്കറ്റ് ഓർഡർ. ഇപ്പം ശോഭ തന്നെയാണെങ്കിൽ ഇപ്പം മാർക്കറ്റ് അവേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഓർഡർ കംപ്ലീറ്റ് ആകത്തില്ല. പക്ഷേ എന്നാലും ഞാൻ കാണിച്ചു തരാം. എനിക്കിപ്പം 222-ന് വാങ്ങിക്കണമെന്ന് വെച്ചു. അങ്ങനെയാണെങ്കിൽ ഞാൻ AMO ഓർഡറാണ് കൊടുക്കേണ്ടത്. ഇപ്പം സപ്പോസ് ഇപ്പം രാത്രി ഒരു 9 മണിയാണെന്ന് വെച്ചു. അങ്ങനെയാണെങ്കിൽ എനിക്കിപ്പം രാത്രി 9 മണിയാകുമ്പം ഒരു 222 എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. പിറ്റേ ദിവസം ശോഭയുടെ മാർക്കറ്റ് പ്രൈസ് ഇപ്പം 222 എത്തുവാണെങ്കിൽ ഈ ഓർഡർ കംപ്ലീറ്റ് ആവും. ഇനി പിറ്റേ ദിവസം ആ പ്രൈസ് 222-ൽ എത്തിയില്ലെങ്കിൽ ആ ഓർഡർ ക്യാൻസൽ ആവുകയും ചെയ്യും. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് ട്രേഡിംഗ് അവേഴ്സിൽ ഇത് പ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. മാർക്കറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഫൈനലി നിങ്ങൾക്ക് കാണാൻ പറ്റും ഓർഡേഴ്സിൽ കുറേ ഓർഡേഴ്സ് പെൻഡിങ് ആണ്. എനിക്ക് അതെല്ലാം കൂടെ എക്സിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എല്ലാം കൂടെ സെലക്ട് ചെയ്തിട്ട് ഒരു ക്യാൻസലോ എക്സിറ്റോ കൊടുത്താൽ മതി. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് എല്ലാ ഓർഡേഴ്സും ക്യാൻസൽഡ് ആയിട്ടുണ്ട്. പക്ഷേ ഒരു GTT ഓർഡർ മാത്രം ഇപ്പോഴും പെൻഡിങ് ആണ്. സോ അതും എനിക്ക് മോഡിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതങ്ങ് ഡിലീറ്റ് കൊടുത്താൽ മതി.
ഇത്രയും ഓർഡർ ടൈപ്സ് ആണ് സെറോദയുടെ ഡെസ്ക്ടോപ്പ് വേർഷനിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഓപ്ഷൻസ് ഒക്കെ തന്നെയാണ് അവരുടെ മൊബൈൽ ആപ്സിലും അവൈലബിൾ ആയിട്ടുള്ളത്. ഞാൻ എൻ്റെ ഒരു പ്രീവിയസ് എപ്പിസോഡിനകത്ത് സെറോദയുടെ ഫീച്ചേഴ്സും ബ്രോക്കറേജും അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും പിന്നെ അവരുടെ ട്രേഡിംഗ് ഇൻ്റർഫേസിൻ്റെ ഒരു ലൈവ് ഡെമോയും ഞാൻ ഓൾറെഡി കാണിച്ചു തന്നിട്ടുണ്ട്. ആ എപ്പിസോഡ് കാണണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഈ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഈ എപ്പിസോഡ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾ ഏത് സ്റ്റോക്ക് ബ്രോക്കറാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത് താഴെ ഒരു കമൻറ്റ് ആയിട്ട് ഷെയറും ചെയ്യുക. സോ ഗുഡ് ബൈ അൺടിൽ നെക്സ്റ്റ് എപ്പിസോഡ്.